ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോഴേ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാ ഒരടുപ്പിൽ ചായ ഇതാ ഓട്സ് കേട്ടോ. ഏട്ടന് ഓട്സ് രാവിലെ കഴിക്കുക. ഏട്ടനുള്ള ഓട്സായി. പിന്നെ ചായ കുടിക്കില്ല കേട്ടോ, കാപ്പിയാണ് കുടിക്കുക. ഇതെല്ലാവർക്കും ഉള്ള കാപ്പി വെച്ചാൽ എനിക്കും ഏട്ടനും കാപ്പിയാണ് കേട്ടോ. ഇതാ ഇതാ മധുരിടാത്ത കാപ്പി. ആരാ ഇന്നലെ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നോ? ഇവിടെ മഴ ചാറിയും കൊണ്ടേ ഞങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടുകാരോടെ ചോദിച്ചു. നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ചായ ആക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാലേ കുട്ടികൾക്ക് വേണ്ടത് കുട്ടികൾ അപ്പോൾ വന്നെടുക്കുമല്ലോ. അപ്പം അത് വിചാരിച്ചു കേട്ടോ. എനിക്ക് ദോശ ഉണ്ടാക്കാൻ നിൽക്കണം. അവിടെ അമ്മ പനിച്ച് കിടക്കുകയാണ്. അപ്പം ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് അവരൊക്കെ അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങോട്ട് വന്നത്. ഞാൻ കുറച്ച് മധുരം കേട്ടോ. ഞാൻ വല്ലാണ്ട് ഷുഗർ കെട്ടിയൊന്നുമില്ല. കുറച്ച് മധുരം തല തിരിയണു എന്നൊക്കെ തോന്നുമ്പോൾ കുറച്ച് മധുരം കൂട്ടാം. ഞാൻ പോരുമ്പോഴേക്കില്ലേ ദോശയുടെ എന്താ ദോശ ഉണ്ടാക്കി വെച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. രണ്ട് പണികൾ. ഇനി ചായ ആയില്ലേ. മക്കൾ നീച്ചിട്ടില്ല. ഇന്നലെ രാത്രി 2 മണിക്ക് എത്ര ഉറങ്ങിയത്. ഇവിടേക്ക് രാവിലെ ആകുമ്പോഴേ നല്ല വെയിൽ ഈ ഭാഗത്തേക്ക് തന്നെ എടുക്കുകയും ചെയ്യും. ഒരു 10 മണി വരെ ഇവിടെ നല്ല വെയിലാവും കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ദോശ ഉണ്ടാക്കലും കഴിയില്ലേ. രാവിലെ എറിക്കണ വെയിൽ മുഴുവൻ ഇനിയിപ്പോൾ ഇവിടെ ഷീറ്റ് ഇടേണ്ടി വരില്ല കേട്ടാ. ഷീറ്റ് ഇട്ടാ അങ്ങനെ വെയിൽ വരുന്നു വരില്ലല്ലോ. ഷീറ്റ് ഇട്ട മൊത്തം ഇരട്ടാവും. പിന്നെ എങ്ങനെ വെയിൽ വരുന്നു? ഇരുട്ടാവണോ? ഇരുട്ട് വേണ്ട, വെളിച്ചം മതി. കുറച്ച് നേരം വെയിലുണ്ടാവുന്നുള്ളൂ. കുറച്ച് നേരം വെയിലുണ്ടാവുന്നില്ല. അതാണ് ഇപ്പോൾ പോകും. ശരിയാ, വെയിൽ കുറച്ച് നേരം വെയിൽ. ഇത് ദോശ ഉണ്ടാക്കാൻ സുഖം കേട്ടോ ഈ ചട്ടിയിൽ. പക്ഷെ എന്താണെന്നറിയോ, ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയ പഴകാവുമ്പോഴേ അടുത്തൊന്നും മാറാൻ പറ്റില്ല അല്ലേ. കട്ടിയിലുണ്ടായിട്ടോ. പിന്നെ വേവാൻ സമയം എടുക്കല്ലേ. ഏത് കൂടെങ്കിലൊക്കെ പോയിട്ട് വരും. ആഹാ, എന്താ പറയുന്നത്? എന്താ ദോശയുടെ ഷേപ്പൊക്കെ മാറി മാറി പോണ് ചൂട് കൂടിയിട്ടേ. അപ്പോൾ ദോശ ചട്നി ചമ്മന്തിയാണ് കേട്ടോ. എന്നാലേ സാമ്പാർ വെച്ചു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വേറെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടേ തീ കത്തി കിട്ടിയ സുഖമായി കത്തിയും കൊണ്ടേയിരിക്കും കേട്ടോ. നാൾ നമ്മൾ വിറക് ഇങ്ങനെ റബ്ബറും ചുള്ളലുകൾ ചെറുതുകൾ കൊണ്ടുവന്നത് കൊണ്ടേ വേഗം കത്തിക്കാൻ എളുപ്പമാണ്. ചായ വേണ്ടേ? വാ, ഏട്ടൻ കുടിച്ചോ? എന്നിട്ട് തുടങ്ങാം. ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് കുട്ടിയോട് നീച്ചിട്ടില്ല. എല്ലാവരും പാടെ ചെയ്യുമ്പോഴേ രാത്രി വർത്താനം പറഞ്ഞ് പെണ്ണുങ്ങൾ എപ്പോഴോ ഉറങ്ങി വെച്ചിട്ടാ. അടുത്ത സെക്ഷൻ തട്ടിയോ? തന്നെ ദോശ എത്ര നേരം ഉണ്ടാക്കണം? കുറച്ച് നേരം വേണ്ടേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുമ്പോഴേക്കും? എന്നാൽ 2 അടുപ്പിലുണ്ടാക്കി കല്ല് വെച്ചാൽ മതി. അയ്യോ, ഇത് മതി, കഴിയാറായില്ലേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ കലക്കി ദോശ ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. കഴിക്കണ്ട, തടച്ചിട്ട് വെച്ചിട്ടേ അടുത്തതിലുണ്ടാക്കാറുണ്ട്. കുട്ടികളോട് എത്ര പോരെ ഇനി വേണം? നിങ്ങൾ എത്ര പേരുണ്ട്? ലാസ്റ്റ് ആ സമയത്ത് കഴിക്കേണ്ട സമയത്ത് വന്നിട്ട് ഇല്ലാത്തല്ലേ അറിയാം. നമ്മൾ ആർക്ക്? കുട്ടികളില്ലാത്തല്ലേ. കുട്ടികൾ ചെറിയവരല്ലേ ഇല്ലാത്തുള്ളൂ, വലിയവരല്ലേ. 6 കുട്ടികളുണ്ട്. ഉണ്ടാക്കിക്കോ. തേങ്ങിട്ടില്ലെങ്കിൽ ഏട്ടൻ ആ സമയത്ത് ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കിക്കാം. 2 അധികാരം കുഴപ്പമൊന്നുമില്ല. കഴിച്ചോളൂ, വൈകുന്നേരത്തേക്കും കഴിച്ചോളൂ. ദോശ അങ്ങനെ ഇടനേരത്ത് കഴിക്കുന്ന ആൾക്കാരില്ല. അല്ലെങ്കിൽ കുഞ്ഞിനൊക്കെയാണ് ഇടനേരത്ത് അടിക്കുന്ന ആൾക്കാർ. കുഞ്ഞിനൊന്നല്ല, എല്ലാവരും കഴിക്കും. ദോശയൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ കറി എന്തുണ്ടാക്കിയാൽ മതി. കഴിച്ചുകൊണ്ടേയിരിക്കും.
അച്ഛൻ അങ്ങനെ കഴിച്ചോണ്ടിരിക്കും പറയും. ചിക്കൻ കറി വേണമെന്നേ ഉള്ളൂ കേട്ടോ. ചിക്കൻ കറി ആണോന്ന് വെച്ചല്ലേ ദോശയ്ക്ക് വേറൊന്നും വേണ്ട. ഇതാ പറയുമ്പോഴേക്കും കഴിക്കൽ കഴിഞ്ഞ് പാത്രം കാലിയാക്കി തരും. പപ്പു ഇന്നലെ രാത്രി വെറുതെ പേ 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 പറഞ്ഞിട്ട് അപ്പം എന്താന്ന് പോയി നോക്കിയില്ല. എന്താ കക്കി കൂട്ടിയിട്ട് കൂട് നിറച്ച് കക്കി കൂട്ടിക്കണം. എന്താ പറ്റാതിരുന്നാണോ? ഇന്നലെ മീൻകറി തന്നെ വെച്ചിട്ടുള്ളൂ, വേറൊന്നുമില്ല. മീനാവോണ്ടായിരിക്കും. ഏ മീനാവോണ്ടായിരിക്കും. അത് മീൻ മുള്ളറ്റ തൊണ്ടേ കുടിക്കും. മീനിൻ്റെ മുള്ളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ. മീൻ കൊടുക്കുമ്പോൾ മുള്ളുണ്ടാവില്ല. മുള്ള് കളഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കണേക്കാളും കഷ്ടത്തിൽ അവന് കൊടുക്കുക. പിന്നെന്താ പറ്റിയത്? എന്തോ പറ്റി. ചാത്തപ്പനെ വിട്ടിട്ടില്ല അല്ലേ? പോയി ചാത്തപ്പനെ വിടും. അവനെ വിട്ട് കഴിഞ്ഞാൽ അവനൊരു ഓടി വരവുണ്ട്. നിങ്ങൾ കടന്നുറങ്ങിയിട്ട് നിങ്ങളുടെ പൂതി മാറിയിട്ട് നിങ്ങൾ നീച്ചാൽ. ഓ ഇവരെ എല്ലാവരും പാടെ ചെയ്യുമ്പോൾ വർത്തമാനം പറഞ്ഞിട്ടേ 2 മണിക്കാണ് കേട്ടോ കുട്ടികൾ ഇന്നലെ കടന്നുറങ്ങിക്കുന്നത്. അപ്പോൾ അവർ ഉറങ്ങട്ടെ. ഉറങ്ങിയാൽ നീ വിളിക്കില്ല വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതും കൊണ്ടില്ലേ നമുക്ക് തുടയ്ക്കാൻ നല്ല സുഖമാണ്. വേഗം തുടയ്ക്കൽ കഴിയും. പിഴിയലും സുഖമായ കാര്യം കേട്ടോ. അപ്പം അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞതാണ്. നമ്മൾ ബിരിയാണിയാണ് ബിറാണി അല്ലേ? ബിരിയാണിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതുണ്ടാക്കണം. അതിൻ്റെ മുമ്പ് കുറച്ച് സാദാ ചോറ് വയ്ക്കണം. ഒരു ദിവസം ചുമര് മൊത്തം വൃത്തിയാക്കാനായിരുന്നു. ചുമരിൽ ഫുള്ളും ഇവിടുന്ന് അങ്ങോട്ട് പോകണോടത്തൊക്കെ ഫുള്ള് പിന്നെ മാങ്ങ തീറ്റ ഇപ്പോൾ കുറച്ച് കൂടുതലല്ലേ? മാങ്ങയുടെ കറിയാണ് ഫുള്ളും അല്ലേ? ഫുള്ള് മാങ്ങയുടെ കറിയാണെങ്കിൽ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് തിന്നും. റോട്ടിൽ നിന്ന് കിട്ടിയാലും ഉള്ളിൽ കൊണ്ടുവന്നിട്ടല്ലേ തിന്നും. പിന്നെ ആരും മറ്റു കാര്യമില്ല. മാക്കാലം കഴിഞ്ഞിട്ട് ഒറ്റ തുടക്കല്. അപ്പേക്ക് അത് കറയെ പിടിക്കില്ലേ? ഏയ് അങ്ങനൊക്കെ പൊക്കോളൂ. പിടിക്കില്ല. മാങ്ങക്കറിയൊക്കെ പൊക്കോളൂ. മഞ്ഞളിൻ്റെ കറിയൊന്നും ആക്കായിരുന്നേ. മാങ്ങക്കറിയൊക്കെ പൊക്കോളൂ. ഇപ്പോൾ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? മഞ്ഞൾ കറിയുടെ കറിയൊക്കെ പൂന്ന് പറഞ്ഞിട്ട്. അത് ചുമരിക്ക് പറ്റില്ല, തുണിക്കായിരിക്കും. തുണിക്കായിരിക്കും, ചുമരിക്ക് പറ്റില്ല. അതെ. അയ്യോ അങ്ങനെ ഉണ്ടോ? ഇത് വാങ്ങുമ്പോൾ കുറേ പേര് പറഞ്ഞത് ഉപകാരമില്ല, പെട്ടെന്ന് പൊട്ടിയെന്നൊക്കെ. പക്ഷെ ഇത് നല്ല ഉപകാരത്തിലായി. ഇതുവരെ ഒന്നുമില്ല. ഇപ്പം എത്ര മാസം? 5 മാസം. 5 മാസമായി. പക്ഷെ ഇതൊരു വർഷം വാറണ്ടി ഉള്ളതാട്ടോ. 1 വർഷമല്ലേ? അതെ, 1 വർഷം വാറണ്ടി ഉള്ളതാണിത്. പക്ഷെ വീട്ടിലത്തെ അമ്മ പണിയെടുക്കണോടത്ത് ഇങ്ങനത്തെ ഇതും കൊണ്ടേ അമ്മ വന്നപ്പോൾ പറഞ്ഞു തരേ ഇങ്ങനെ തുടക്കിയത്. നമ്മൾ ഈ മറ്റേ കോലും കൊണ്ട് തുടയ്ക്കണ പോലെ അങ്ങനെ തുടക്കുക കേട്ടോ ചെയ്യാം. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെയല്ല ഇത് തുടക്കിയതിലേട്ടാ. അങ്ങനെ തുടയ്ക്കുമ്പോൾ അതിന് നൂല് മുറുകിയുള്ളൂ, ഉള്ളത്തെ ഇത് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുടച്ച് വിടാം. എനിക്കാണെങ്കിൽ സാധാ ഇങ്ങനെ നമ്മൾ തുടച്ചിട്ട് അങ്ങനെ തന്നെ വരും. അടപ്പ് കിട്ടിയില്ല. അതാ ചോറിന് അരിയെടുപ്പ് തന്നു കേട്ടോ. ഇന്ന് കുറച്ച് ചോറ് വേണ്ടു പറഞ്ഞല്ലേ ബിരിയാണി ഉണ്ടാക്കണം കൊണ്ട് അല്ലേ? ഒരു ഗ്ലാസ് ചോറാണ്. ഒരു നാഴി അരി. നാഴിയുണ്ടോ? നാഴി ഇല്ലേ, 1 കെജി അരി. ഇനി ഇവിടെയും അവിടെയും തുടയ്ക്കാണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പല്ലേ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. സമയം 10 മണിയായി. എനിക്ക് വിശന്നിട്ട് ഇതിനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പെങ്ങൾ തുടയ്ക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ ചൂടാറിയിട്ട് തുടക്കി. ഇവിടേക്ക് തുടക്കൽ കഴിഞ്ഞു. ഇനി ഉള്ളി ഇതൊക്കെ നേരെ വെക്കണം. തുണി തിരുമ്പാൻ കാര്യമായിട്ട് തുണി തിരുമ്പല്ല കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ട് വാൾപേപ്പർ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ വാൾപേപ്പർ ഈ സൈഡ് ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ. പക്ഷെ ഇവിടെ വരെ പറ്റുള്ളൂ ചേട്ടാ. ചളി കണ്ടോ അവിടെ? ചാത്തപ്പൻ അതാ. ഞാൻ കഴിക്കട്ടെ. ദോശ, ചട്നി, ചമ്മന്തി, 2 ദോശ. ഇതാ ഇതിലും ദോശ, ഇതിലും ദോശ. കുട്ടികളാരും കഴിച്ചിട്ടില്ലേ? ആരെ നീച്ചാലല്ലേ കഴിക്കുള്ളൂ. 1 ദോശ മതി. കട്ടിയില്ലാതെ ദോശ മതി പറഞ്ഞിട്ട്.
കട്ടിയില്ലാത്ത പറ്റി ചട്ടിയില്ലാത്താവുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. കട്ടച്ചമ്മന്തി ചമ്മന്തി അരച്ചില്ല ഒന്ന് ദോശ ഉണ്ടാക്കാൻ കുറച്ച് നേരം നിന്നില്ലേ. അപ്പോൾ ശരി ചായ ഒരു പരപ്പായിട്ടോ. അവിടെയാണെങ്കിലും നല്ല വെയിലും വന്നിട്ടേ ഇനിയിപ്പോൾ അടിക്കലും തുടക്കലും കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഭാഗം വൃത്തിയാക്കൽ അത് ചിക്കനൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കഴിച്ച് കഴിഞ്ഞാൽ ഇനിയൊരു പാത്രങ്ങൾ ഇഷ്ടംപോലെ കഴുകാണ്ടാവും. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ നമ്മളില്ലേ നമ്മുടെ രാവിലത്തെ ഒരു വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നിർത്തുകയാണേ ഏട്ടാ. അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ഡേ മൈ ലൈഫ് പോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കുകൾ ഇന്ന് പറ്റിക്കഴിഞ്ഞു വെച്ചാൽ വേഗം പണിയൊരുക്കിയിട്ട് വേണം നമുക്കിന്ന് സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെയും കൊണ്ട് എവിടേക്കും പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പടം കാണാം അല്ലേ? എന്താ വേണ്ടാത്ത നോക്കട്ടെ. അപ്പോൾ പടം കാണാൻ പോകണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് അമ്മ വരാറുണ്ട് കേട്ടോ. കുറച്ച് വിറക് വാങ്ങിയിട്ട് അവിടെ റബ്ബർ തൊടിയത്തെ വിറക് വാങ്ങിയിട്ടിട്ടുണ്ടേ. അതിങ്ങോട്ട് കൊണ്ടുവന്നിടണം. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, അടുക്കി വെക്കണ്ടേ. മഴയും വയ്ക്കും അവിടുത്തെ മൊത്തം ഇതായി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ നടക്കില്ല. അപ്പുറത്തുള്ളതൊക്കെ ചെതൽ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. മഴ വന്നിട്ട് പിന്നെയും വാരിയിട്ടു. ഇനി അങ്ങോട്ട് തന്നെ കൊണ്ട് ഇടണം. തുണി തിരുമ്പണം. മക്കൾ എണീറ്റിട്ടില്ല, 10 മണിയായിട്ടോ സമയം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.